അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ബ്രെഡും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അടിപൊളി ടേസ്റ്റിലൊരു പലഹാരമാണിത്. നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു പലഹാരം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ നന്നായി ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടെ ചൂടായി വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. നല്ലോണം വഴണ്ട് ഡാർക്ക് കളർ ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയും ചെറുതായിട്ട് തന്നെ മുറിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്തിട്ടുണ്ട്. ഈ സവാളയൊന്നും നമ്മൾ നല്ലവണ്ണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അഥവാ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഈ മസാലയൊന്നും അധികം ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ വലിയ വലിയ പീസസ് ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു കഷ്ണം ക്യാബേജാണ് ഞാൻ ചെറുതായി മുറിച്ച് ചേർത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം ഒരു പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ വളരെ നേരിയതായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഈ ഒരു മസാലയിൽ ചേർക്കുന്നില്ല. കുരുമുളക് പൊടി മാത്രമേ എരിവിന് കണക്കായിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവ് അധികം ആവാനും പാടില്ല. എരിവ് അധികമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഓപ്ഷണലാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ചേർത്ത് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അഥവാ നിങ്ങൾ സോസ് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഈ സോസിൻ്റെ ഉപ്പൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉപ്പായി തോന്നും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. അധികം വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അരികൊക്കെ നമുക്ക് മുറിച്ചു മാറ്റണം. ഈ മുറിച്ചു മാറ്റിയ ബ്രെഡിൻ്റെ പീസസൊക്കെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ബ്രെഡിൻ്റെ അരികൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഫില്ല് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ബ്രെഡിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്ന രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടെ മസാല ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ബോൾസൊക്കെ ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബ്രെഡും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായി തിളച്ച് വന്നാൽ മാത്രമേ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഉരുണ്ട ഷേപ്പൊക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് വലിയ പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ചെറിയൊരു പാനിൽ തന്നെ നിങ്ങൾ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് അധിക സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അധികം ഡാർക്ക് കളർ ആവരുത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ തന്നെ നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവം വരെയാണ് നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ ബോളാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.